അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ സന്തോഷത്തിന്റെ പൊൻകുതിര ചാലിച്ച് പരിശുദ്ധ റബീഉ നമ്മളിലേക്ക് സമാഗതമായി. റബീഉൽ അവ്വൽ 12 ക്രിസ്താബ്ദം 571 ഏപ്രിൽ 20 തിങ്കളാഴ്ചയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനായത്. അന്ന് മലയാള മാസം ചിങ്ങം ആയിരുന്നു എന്ന് തോലിഅ് എന്ന ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. അത് സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ചോദിക്കാം. മാ തഖൂലു ഫീ സൗമി യൗമിൽ ഇസ്നൈൻ, എന്തിനാ നബിയെ തിങ്കളാഴ്ച ദിവസം നോമ്പനുഷ്ഠിക്കുന്നത്? ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു, എന്നെ പ്രസവിച്ചത് ആ ദിവസമാണ്, എൻ്റെ ജന്മം നടന്നത് തിങ്കളാഴ്ച ദിവസമാണ്, അതുകൊണ്ട് ആ ദിവസം ഞാൻ നോമ്പനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിങ്കളാഴ്ച പുണ്യദിനമാണെന്നും അന്നെൻ്റെ ജന്മദിനമാണെന്നും അരുൾ ചെയ്തതായി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ് ഈ ഹദീസ്. അപ്പോൾ ജന്മദിനാഘോഷത്തിന് സമാരംഭം കുറിച്ചത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് എന്നതിൽ ആർക്കും സന്ദേഹമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമായ തിങ്കളാഴ്ച ആ ദിവസം കൃഷി ചെയ്യാനും വിത്ത്, ഞാറ്, ചെടി, മരം മുതലായവ നടാനും നല്ല ദിവസമാണ് എന്ന് മദ്ഖൽ എന്ന മാലിക്കി മദ്ഹബിലെ ഒരു ഗ്രന്ഥത്തിൽ കാണാം. അതുപോലെ കിതാബ് ആരംഭം, അലിഫ് എഴുതൽ മുതലായ വൈജ്ഞാനികപരമായ വിഷയങ്ങൾ തുടങ്ങാൻ ഏറ്റവും നല്ലതും സുന്നത്തുമായ ദിവസങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണെന്ന് ഹാസിയത്തു ദിംയാത്തി എന്ന ഗ്രന്ഥം 12-ാം പേജിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയം മുതൽ വിയോഗം വരെയുള്ള സുപ്രധാന സംഭവങ്ങൾ വിലയിരുത്തിയാൽ മിക്കതും നടന്നത് അത് തിങ്കളാഴ്ചയാണ്. ഉദാഹരണം നോക്കിയേ, ആമിന ബീവി അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരുടെയും ശാരീരിക ബന്ധം നടന്നത് ഒരു തിങ്കളാഴ്ച ദിവസത്തിലാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ച തിങ്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം തിങ്കളാണ്. ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സമീപിച്ച ദിനം തിങ്കളാണ്. ഹജറുൽ അസ്വദ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ച തിങ്കളാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചത് തിങ്കളാഴ്ചയാണ്. ഖുർആൻ ആദ്യം അവതരിച്ചത് തിങ്കളാഴ്ചയാണ്. മിഅ്റാജുമായി സഞ്ചരിച്ച ദിനം തിങ്കളാഴ്ചയാണ്. ഹിജറയ്ക്ക് ഇറങ്ങിത്തിരിച്ച ദിനം തിങ്കളാണ്. മദീനയിൽ നബിപാദം ആദ്യം വെച്ച ദിവസം തിങ്കളാണ്. മക്കം ഫത്ഹായി പ്രഖ്യാപിച്ച ദിവസം തിങ്കളാണ്. തങ്ങൾ അള്ളാഹുവിനെ സമീപിച്ച ദിനം തിങ്കളാഴ്ചയാണ്. ക്രയവിക്രയത്തിന് അറിയിച്ച ദിനം തിങ്കളാഴ്ചയാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വാനിലേക്ക് കുതിച്ച ദിനം തിങ്കളാഴ്ചയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂരിലേക്ക് തിരിച്ച ദിനം തിങ്കളാഴ്ചയാണ്. ഏകത്വത്തിന് തെളിവ് അവതരിച്ച ദിനം തിങ്കളാഴ്ചയാണ്. നബിയിൽ അമല് പ്രദർശിപ്പിച്ച ദിനം തിങ്കളാഴ്ചയാണ്. സൂര്യയെ സൃഷ്ടിച്ച ദിനം തിങ്കളാഴ്ചയാണ്. ചന്ദ്രനെ പടച്ച ദിനം തിങ്കളാഴ്ചയാണ്. സ്വർഗം തുറക്കുമെന്നറിയിച്ച ദിനം തിങ്കളാഴ്ചയാണ്. ഇങ്ങനെ ധാരാളം മഹത്വങ്ങൾ തിങ്കളാഴ്ച ദിവസത്തിനുണ്ട്.